പണത്തിന് പിന്നാലെ ഓടി വഴുതി വീണിരിക്കുകയാണ് കെജ്രിവാൾ എന്ന വിമർശനവുമായി ഇപ്പം അണ്ണാ ഹസാരെ രംഗത്തെത്തിയിരിക്കുകയാണ്. തൻ്റെ പല മുന്നറിയിപ്പുകളും കെജ്രിവാൾ ചെവി കൊണ്ടില്ല, അതിൻ്റെ കാരണത്താലാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നതെന്നും അണ്ണാ ഹസാരെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മോഡി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും വലിയൊരു ട്രേഡ് മാർക്ക് സീക്രട്ട്, ആളുകൾക്കിടയിൽ അദ്ദേഹം ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അഴിമതിയില്ലാത്ത കറകളഞ്ഞ ഒരു നേതാവ്. പലതും മോദിയിലുണ്ട്. ഗാന്ധിയുണ്ട് മോദിയിൽ. അഴിമതിയില്ലാത്ത രാഷ്ട്രീയക്കാരനാണ്, കുടുംബമില്ല, കല്യാണം കഴിച്ചിട്ടില്ല. ഇതൊക്കെ മോഡിക്ക് കിട്ടിയ വലിയ പിന്തുണയ്ക്ക് കാരണമായിട്ടൊരു കാര്യങ്ങളാണ്. ഇന്നത്തെ രാഷ്ട്രീയത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ആർക്കും സാധിക്കുന്നില്ല. നമ്മൾ ഈ ഡൽഹി തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത് ഒരു ചെറിയ വൃത്തത്തിനകത്ത് വെച്ചല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ വളരെ വിസ്തൃതമായൊരു ചക്രവാളത്തിൽ വെച്ച് പരിശോധിക്കേണ്ട ഒരു തിരഞ്ഞെടുപ്പാണ് ഡൽഹി തിരഞ്ഞെടുപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് ഡൽഹിയിൽ ആം ആദ്മി വന്നു? ആം ആദ്മി പാർട്ടിയുടെ പ്രസക്തി എന്താണ്? അതിൻ്റെ ആരംഭകൻ എന്ന നിലയ്ക്ക് ആണ് അണ്ണാ ഹസാരെ ഇപ്പോഴും ആളുകൾ ഒരു റഫറൻസ് ബുക്കായിട്ട് എടുത്തുകൊണ്ടിരിക്കും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള അഴിമതിയാണ്. അതിൽ മാറ്റം വന്നോ എന്ന് ചോദിച്ചാൽ അതിൽ മാറ്റം വന്നോ എന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. അത് മാറുക എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ശരിക്കും ആ ആഗ്രഹത്തിൻ്റെ ഒരു നാമ്പായിരുന്നു അണ്ണാ ഹസാരെ. അദ്ദേഹം അഴിമതിക്കെതിരെ വലിയ സമരം ഡൽഹിയിലെ മൈതാനത്ത് ആരംഭിച്ചപ്പോൾ ഡൽഹിയിലുള്ള ജനങ്ങൾ മുഴുവൻ ഒഴുകിയെത്തുകയായിരുന്നു അണ്ണാ ഹസാരയ്ക്ക് ഒപ്പുവരിക്കാൻ, അഴിമതിക്കെതിരെ സംസാരിക്കാൻ. അങ്ങനെ അഴിമതിക്കെതിരെ ഒരു രാഷ്ട്രീയ സ്പേസ് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ അണ്ണാ ഹസാരയുടെ ശിഷ്യനായിരുന്നിട്ട് പോലും അദ്ദേഹത്തിനെതിരെ എന്നുവെച്ചാൽ അണ്ണാ ഹസാരയുടെ ചിന്തയ്ക്കെതിരെ ഒരു പാർട്ടി രൂപീകരിച്ചു. പാർട്ടി രൂപീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അണ്ണാ ഹസാരയുടെ കാഴ്ചപ്പാട്. കാരണം ഇതൊരു പാർട്ടി ആവേണ്ട സാധനമല്ല, ഇതൊരു ആശയമാണ്, അഴിമതിക്കെതിരെയുള്ള ഒരു പ്രസ്ഥാനമാണ്. അതൊരിക്കലും അധികാരം പിടിക്കാനും പണമുണ്ടാക്കാനും അങ്ങനെ അഴിമതിയിലേക്ക് വഴുതി വീഴാനുമുള്ള ഒരു സംവിധാനമല്ല എന്ന പാഠമാണുള്ള കേജ്രിവാളിനെ അണ്ണാ ഹസാരെ നൽകിയിരുന്നത്. പക്ഷേ അത് പാലിക്കപ്പെട്ടില്ല. പക്ഷേ നമുക്കറിയാം രാഷ്ട്രീയത്തിൽ വെറും ആദർശം എന്ന് പറയുന്നത് അപ്രസക്തം തന്നെയാണ്. ആ ആദർശത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവൃത്തിയായിട്ട് മാറ്റി തീർക്കാനായിട്ട് പറ്റും എന്നുവെച്ചാൽ പ്രായോഗികതയാണ്. എന്നുവെച്ചാൽ പ്രോക്സി എന്ന് നമ്മൾ പറയും, പ്രാക്സി എന്ന് നമ്മൾ പറയും. ആ പ്രാക്സിക്കാണ് യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ളത്. നിങ്ങളെങ്ങനെ രാഷ്ട്രീയ പ്രയോഗം നടത്തുന്നു? അരവിന്ദ് കെജ്രിവാൾ എന്ത് ചെയ്തു? അണ്ണാ ഹസാരയുടെ ആശയത്തെ രാഷ്ട്രീയ പ്രയോഗത്തിലേക്ക് കൊണ്ടുവന്നു. അത് പക്ഷേ ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. കാരണം എന്താണ്? അഴിമതി വിരുദ്ധമാണത്. രണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൈപിടിച്ച് ഉയർത്തുന്നതാണ്, ദരിദ്രർക്കൊപ്പം നിൽക്കുന്നതായിട്ടുള്ള കാഴ്ചപ്പാടാണ്. വോട്ടർമാരെ നേരിട്ട് കണ്ട് സംസാരിച്ച് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന സമീപനമാണ്. ഡൽഹി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയാണെന്നുള്ളത് ശരിയാണെങ്കിലും ഇന്ത്യയിലെ രണ്ടാമത്തെ ചേരി പ്രദേശമാണ് ശരിക്കും. അത്രമാത്രം ദരിദ്രരായിട്ടുള്ള മനുഷ്യരുള്ള ഒരു സ്ഥലം കൂടിയാണ് ഡൽഹി എന്നുള്ള കാര്യം മനസ്സിലാക്കി. ആ ചേരി നിവാസികളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന കാഴ്ചപ്പാട് എടുത്ത പാർട്ടി എന്ന നിലക്കാണ് ആം ആദ്മി പാർട്ടി എന്ത് ചെയ്യുന്നത്? സാധാരണക്കാരൻ്റെ പാർട്ടി എന്ന നിലക്ക് അത് അധികാരത്തിലേക്ക് വരും. അധികാരത്തിൽ വന്നു. ആദ്യത്തെ 5 വർഷക്കാലം അതിഗംഭീരമായിട്ട് അവർ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ നിർവഹിച്ചു. അടുത്ത 5 വർഷക്കാലത്തിൻ്റെ അവസാനങ്ങളിലാണ് അവരെന്ത് ചെയ്യുന്നത്? അടിപതറി വീഴുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി മാത്രം പോരാ, ഇന്ത്യ മുഴുവൻ വേണം എന്ന് തോന്നി. നമ്മൾ ഇപ്പോൾ സമരം ചെയ്യുമ്പോൾ തൊഴിലാളികൾക്ക് ചില ചെറിയ ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ തൊഴിലാളികൾ പറയും ഞങ്ങൾക്ക് അപ്പത്തുണ്ട് പോരാ, മുഴുവൻ അപ്പം വേണം എന്ന്. അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു എനിക്ക് ഡൽഹി മാത്രം പോരാ, ഇന്ത്യ മുഴുവൻ വേണം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വേണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹം തോന്നുന്നു. ഒരു വയസ്സ്. രണ്ടാമത് അദ്ദേഹം എന്ത് ചെയ്തു? വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ആൾ, വള്ളിച്ചെരുപ്പിട്ട് നടക്കുന്ന ആൾ, മഹാത്മാഗാന്ധിയെ പോലെ ജീവിക്കുന്ന ആൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാന നാളുകളിൽ അയാൾ താമസിച്ച കൊട്ടാരം, ആ കൊട്ടാരം കോടിക്കണക്കിന് രൂപ ചെലവഴുതി മോടി പിടിപ്പിച്ചു. അതിൻ്റെ വാർത്ത BJP ഈ തെരഞ്ഞെടുപ്പിൽ വിറ്റഴിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അതാണ്. ഇയാൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, നിങ്ങളെ പറ്റിക്കുകയാണ് ഇയാൾ യഥാർത്ഥത്തിൽ വലിയ കാപട്യക്കാരനാണ്, കള്ളനാണ്.
എന്ന് പറഞ്ഞു. ഒന്ന്. രണ്ടാമത് എന്താണ്? മദ്യനയ അഴിമതിയിലൂടെ കോടിക്കണക്കിന് രൂപ ഇയാൾ ശേഖരിച്ചു. അതെന്തിനാണ്? ഗോവയിൽ ആം ആദ്മി പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഗോവയിൽ ആം ആദ്മി പാർട്ടിയെ നിർമ്മിക്കാൻ വേണ്ടി അവിടെ അതിന് വളർത്താൻ വേണ്ടി പണമൊഴുക്കാൻ വേണ്ടിയാണ് ഈ അഴിമതി പണം എടുത്തത്. അപ്പോൾ എപ്പോഴും ഒരു രാഷ്ട്രീയക്കാരൻ, അത് പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയെ പോലെയുള്ള ഒരു പാർട്ടി ഉണ്ടാക്കിയ രാഷ്ട്രീയക്കാരൻ, അയാൾ മനസ്സിലാക്കേണ്ടതെന്നാണ്, തൻ്റെ കൂടെ എന്തിനാണ് ജനം വന്നിരിക്കുന്നത്, എന്തുകൊണ്ട് വന്നു, അത് മറന്നുപോയി അയാൾ. അത് മറന്നപ്പോഴാണ് അയാൾക്ക് അടിവതറി അയാൾ വീണ് കഴിഞ്ഞിരിക്കുന്നത്. മോദിക്ക് നേരത്തെ പറഞ്ഞ വിശേഷങ്ങളെല്ലാം ഉണ്ട്. കുടുംബമില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. മോദിയും അതുപോലെ സർക്കാരും അഴിമതി ആരോപണത്തിനൊന്നും അദ്ദേഹം അപ്പുറത്തല്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒപ്പം പല മൾട്ടിനാഷണൽസും നടക്കുന്നു എന്നുള്ളതായിരുന്നു നമുക്കറിയാം. ആയുധക്കച്ചവടം നടത്തിയ സമയത്ത് ഫ്രാൻസുമായിട്ട് ഉണ്ടാക്കിയ ഉടമ്പടിയിലൊക്കെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി എന്ന് പറയുന്നത് ഈ സർക്കാരിനൊപ്പം നിൽക്കുന്ന കാര്യമാണ്. എല്ലാ സർക്കാരുകളും പണമുണ്ടാക്കുന്നത് അവരുടെ പാർട്ടി വളർത്തുന്നതിനും അതേപോലെ തന്നെ നിലനിൽക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ഇതൊരു പ്രശ്നമാണ്. ആ പ്രശ്നം നിലനിൽക്കുന്ന സമയത്ത് ജനങ്ങളുടെ ഒരു ആശ്രയ ബിംബം എന്ന് പറയുന്നത് എന്താണ്? അഴിമതി ഇല്ലാത്ത രാഷ്ട്രീയ നേതാവാണ്. അത് ചായവാല എന്ന സിമ്പലിലൂടെ മോദി ഒരു പരിധിവരെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വലിയ വീഴ്ചകളില്ലാത്ത. ഒന്നും തെളിയിക്കാൻ പ്രതിപക്ഷത്തിന് പറ്റുന്നില്ല. അല്ല, തെളിവുകൾ ഇപ്പോൾ ഇതിനകത്ത് എന്താ തെളിവല്ല പ്രശ്നം ശരിക്കും പറയാം. ജനങ്ങളുടെ മുന്നിൽ ഈ കാര്യങ്ങൾ എത്തണ്ടോ ഇല്ല എന്നുള്ളതാണ്. എത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കും. എന്താണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ വളരെയധികം കുറഞ്ഞു പോയില്ലേ? എന്തുകൊണ്ടാണ് കുറഞ്ഞു പോയത്? ഈ വക സംഭവങ്ങൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ്. ആ ആളുകൾ തിരിച്ചറിയുന്നതിൻ്റെ പേരിലാണ്. കാരണം ആളുകൾ എളുപ്പത്തിൽ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആളുകൾ ചൂലെടുത്താൽ പുറത്താവും. അങ്ങനെ ആപ്പ് ഇപ്പോൾ പുറത്തായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഴിമതി ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഭൂഷണമല്ല എന്ന് രാഷ്ട്രീയ പാർട്ടികൾ പഠിക്കേണ്ടതാണ്. അത് പഠിക്കാതിരുന്നിട്ടെന്താ കാര്യം? ഇത് മോഡി പക്ഷേ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുടുംബമില്ലായ്മ അല്ലെങ്കിൽ കല്യാണം. കുടുംബമില്ലാതെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് എത്ര പേർക്ക് ജീവിക്കാനായിട്ട് പറ്റും? കുടുംബം ഇല്ലാതെ ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാന തലപ്പത്ത് വരുന്ന ഒരു നേതാവിന് അത്തരം സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു വലിയ ഗുണമായി തീരും എന്ന് മറ്റ് രാഷ്ട്രീയക്കാർക്ക് മോദി പഠിപ്പിക്കുന്നില്ല. അതങ്ങനെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. മനുഷ്യരൊക്കെ നീ കല്യാണം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുത്തനല്ലേ? ഇവിടുത്തെ മുഴുവൻ മനുഷ്യരും അങ്ങനെയല്ലേ? കല്യാണം കഴിക്കണം, കുടുംബം ഉണ്ടായാലും പിന്നെ എങ്ങനെയാണ് രാജ്യം ഉണ്ടാവണം? രാഹുൽ ഗാന്ധി ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കാതിരുന്നിട്ട് മോദിയുടെ ഇമേജ് ഉണ്ട് രാഹുൽ ഗാന്ധി ഉണ്ടാ കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ല. അപ്പോൾ കല്യാണം കഴിക്കാത്തതാണ് രാഷ്ട്രീയ നേതാവിൻ്റെ പദവിക്ക് പറ്റിയത് എന്ന് പറയുന്ന സിദ്ധാന്തമേ ശരിയല്ല. കുടുംബമില്ലെങ്കിൽ പിന്നെ രാജ്യമില്ല. കുടുംബമാണ് യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. കല്യാണം കഴിക്കണം, ജീവിക്കണം, കക്കാതെ ജീവിക്കണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലാണ്ട് കല്യാണം കഴിച്ച് ഭാര്യയ്ക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും കക്കലാണോ ശരി? അല്ല. കക്കാതെയൊക്കെ മനുഷ്യനെ ജീവിക്കാം. അതൊക്കെ പറഞ്ഞു കൊടുക്കാം, പഠിപ്പിക്കാം എന്നുള്ളതാണ് അല്ലേ? ഗാന്ധി കല്യാണം കഴിച്ചതല്ലേ? എന്നിട്ടെന്താ ഗാന്ധിനെ ആളുകൾ ചവിട്ടിയോട്ടെ തള്ളാത്തത്? അയാൾക്ക് മക്കളുണ്ടായിരുന്നു. പക്ഷേ ഗാന്ധി എന്ത് ചെയ്തില്ല? രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് എടുത്തിട്ട് മക്കൾക്ക് കൊടുത്തില്ല, ഭാര്യയ്ക്ക് കൊടുത്തില്ല, കുടുംബത്തിന് കൊടുത്തില്ല. അപ്പോൾ ഗാന്ധി നൽകിയ സന്ദേശം അതാണ്, കല്യാണം കഴിക്കേണ്ടെന്നുള്ളതല്ല. പക്ഷേ കോൺഗ്രസ് നൽകിയ ഒരു സന്ദേശം എന്ന് പറയുന്നത് ഒരു കുടുംബാധിപത്യത്തിലേക്ക് രാഷ്ട്രത്തെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഇത്തരം സംഭവങ്ങളെ കല്യാണം കഴിക്കേണ്ട, കുടുംബം ഇല്ലായ്മ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായി തീരും. അല്ല, അതൊന്നും ശരിയായ കാഴ്ചപ്പാടുകളല്ല. കല്യാണം കഴിച്ച് മക്കളൊക്കെ ഉണ്ടായി, കുടുംബമൊക്കെ ഉണ്ടായി, ആ കുടുംബത്തെ മര്യാദക്ക് പോറ്റുകയും അവരുടെ രീതിയിൽ ജീവിക്കാനായിട്ട് വളർത്താനായിട്ട് കഴിയുകയും ചെയ്യാം. ആദ്യം എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്, നീ മര്യാദക്ക് നിൻ്റെ കുടുംബം നോക്കാമെന്ന് പറഞ്ഞു. അവിടെ അവന് കാശ് കട്ട് കൊടുക്കുക എന്നുള്ളതല്ല അർത്ഥം. കക്കാതെ ജീവിക്കാനായിട്ട് പഠിക്കണം. അതിൻ്റെ മാതൃക സമൂഹത്തിന് നൽകുകയും ചെയ്യണം. കല്യാണം കഴിക്കാതിരിക്കലും മഹത്തായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കക്കാതെ ജീവിക്കാൻ പഠിക്കണം. രാഷ്ട്രീയക്കാരൻ കക്കാൻ പാടില്ല. കള്ളൻ രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞാൽ ആളുകൾ ഓടിച്ചിട്ട് അടിക്കും. ഡൽഹിയിൽ കെജ്രിവാൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. കേജ്രിവാളിനെ പുറയിലൂടെ ആളുകൾ ചൂലിന് ഓടിച്ചിട്ട് അടിച്ചത് അതുകൊണ്ട് തന്നെയാണ് അയാൾ കള്ളനാണെന്ന് തോന്നിയതിൻ്റെ പേരിലാണ്. ശരി.